ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഈ പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് നടന്ന പ്രശ്നങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു വളരെ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞല്ലോ. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തതെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തും കൊടുക്കുക. നോട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഞാൻ ആ നോട്ട് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പതുക്കെ കാണിക്കുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. PDF ഉടനെ തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങാലോടാ. എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ചലഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അഭയാർത്ഥികൾ ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പോൾ ഈ അഭയാർത്ഥികളെ എന്ത് ചെയ്യും അല്ലെ? അഭയാർത്ഥി എന്ന് പറഞ്ഞാൽ 1, 2, 3 എണ്ണത്തിലല്ല വരുന്നത്. അവര് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലോട്ട് ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയെ വളരെയധികം മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ച് നശിപ്പിച്ച് കുളമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും ആഹാരമില്ല, താമസിക്കാൻ വീടുകളില്ല, നമുക്കാണെങ്കിൽ പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങൾ കുറവാണ് അല്ലേ. നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് മൊത്തം അവർ എന്ത് ചെയ്തു, കട്ടുമുടിച്ചിട്ടാണ് പോയേക്കുന്നത്. സോ ഇന്ത്യ ഗവൺമെൻറ് ആകെ ഇങ്ങനെ പരിഭ്രാന്തരായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആൾക്കാരിവിടെ പുറത്തുനിന്ന് വരുന്നത്. എന്ത് ചെയ്യും? അതൊന്നാമത്തെ പ്രശ്നം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചലഞ്ച്? ഇത് നല്ലൊരു എസ്ഐ ചോദ്യമാണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. എന്താണ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? ഒരു 5 മാർക്കിന് അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായി നിങ്ങൾക്ക് പോയിന്റ് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെയാണ് എന്ത്, റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ് എന്ന് വെച്ചാൽ എന്തുവാണ്, അഭയാർത്ഥികളുടെ പുനരധിവാസം അല്ലെ, അവരെ എങ്ങനെ താമസിപ്പിക്കും. അടുത്ത് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യ എന്ന് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അപ്പോൾ ഈ ഇന്ത്യ രാജ്യം നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരുപാട് എന്തുണ്ടായിരുന്നു, പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഇതായി കണ്ടോ, അന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് പോലെ. ഇതുപോലെ ഇങ്ങനെ കുറേ പ്രിൻസിലി സ്റ്റേറ്റുകളുണ്ട്. ഇവിടെ ഈ പിങ്ക് നിറത്തിൽ കാണിച്ചേക്കുന്നത് പ്രിൻസിലി സ്റ്റേറ്റ്, മഞ്ഞ നിറത്തിൽ കാണിച്ചേക്കുന്നത് എന്തുവാണ്, ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ഭരിക്കുന്ന രാജ്യം. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഇന്ന് നമ്മൾക്കറിയാവുന്നുള്ളൊരു ഇന്ത്യ മാപ്പിലോട്ട് ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതെന്ത് പറയുക, എന്താണ് ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. ഇൻ്റഗ്രേഷൻ ഓഫ് എന്താണ് പ്രിൻസിലി സ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ എന്താണ് പുനർ സംയോജനം, രണ്ടാമത്തെ പ്രശ്നം. 3, ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടു പോയത് നമുക്കറിയാം. പോർച്ചുഗീസ്, ഡച്ച് അല്ലെ, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് വിദേശികൾ വന്നത്. അതിൽ ബ്രിട്ടീഷുകാർ പോയി, ഡച്ചുകാർ പണ്ടേ പോയി, പിന്നെ പോർച്ചുഗീസും ഫ്രഞ്ചും ഉണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേ ടെറിട്ടറി ഇന്ത്യയിലുണ്ടായിരുന്നു, അതിനെ വിമോചിപ്പിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് ചേർക്കണം. അടുത്തത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് വിദേശീയരുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താ നമ്മുടെ ഇന്ത്യക്കാർ തുടങ്ങുകയാണ് അല്ലേ. നമുക്ക് എന്താണ് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ അത് ഭാഷാ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, മലയാളി എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവരാണ്, തമിഴ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ളവരാണ് അല്ലേ, തെലുങ്ക് എന്ന് പറഞ്ഞാൽ ആന്ധ്രക്കാരൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറാത്തി പറയുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദി പറയുന്നവരെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക സ്റ്റേറ്റിനകത്ത് മൊത്തത്തിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഭാഷാ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ സംയോജിപ്പിക്കണമെന്നുള്ളത് അന്നത്തെ ഒരു ആവശ്യമായിരുന്നു. സർക്കാരിന് അത് ആദ്യമേ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനെതിരെ ആൾക്കാർ സമരത്തിലോട്ട് പോയി, ആ പ്രശ്നം. ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ജീവിക്കാൻ കാശ് വേണം അല്ലെ. അപ്പോൾ സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കോണമി അതെങ്ങനെ ചെയ്തിരുന്നു. അടുത്ത് ഈ പറയുന്ന രാജ്യമായി കഴിഞ്ഞാൽ പിന്നെ വിദേശീയരായി തമ്മിലായി, ശത്രുക്കളായി പാകിസ്ഥാനായി തമ്മിൽ. അതുപോലെ നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റഷ്യയും അമേരിക്കയാണ് പ്രധാന ശക്തികൾ. അപ്പോൾ ഇവർ കൂടെ ചേരണോ, ചേരണ്ടേ, അങ്ങനെ ഫോറിൻ പോളിസി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യ അന്ന് നേരിട്ടു. അപ്പോൾ ഈ ഓരോ പ്രശ്നങ്ങളെയും നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാ പ്രശ്നവും ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് തീരാൻ പോകുന്നില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ആദ്യത്തെ ഒരു 4 എണ്ണമെങ്കിലും മിനിമം എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങോട്ട് സെറ്റാക്കാം. മനസ്സിലാക്കി പഠിച്ചാൽ ഇതുപോലൊരു സിമ്പിൾ സാധനം വേറെ ഇല്ല. ഇനി മനസ്സിലാക്കിയില്ലേ, നമുക്ക് കാണാതെ പഠിച്ച് നമ്മുടെ ഒരു വഴിയായിപ്പോയി. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി നമുക്ക് കഥ പോലെ എന്ത് ചെയ്യാം, കേട്ട് പഠിക്കാം. അപ്പോൾ തുടങ്ങുകയാണ് നമ്മുടെ ചലഞ്ചസ്. ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നിങ്ങളിങ്ങനെ കാണാതെ പഠിക്കണം. നിങ്ങൾ ആലോചിച്ചാൽ മതി, പാർട്ടീഷൻ കഴിഞ്ഞു, അപ്പോൾ റെഫ്യൂജീസ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്താണ് റീഹാബിലേഷൻ ഓഫ് ദ റെഫ്യൂജീസ്, ഒന്നാമത്തെ ചലഞ്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, രാജ്യം ഒന്നിച്ചായോ? ഇല്ല. ഇങ്ങനെ പ്രിൻസിലി സ്റ്റേറ്റുകൾ, അതായത് രാജാവ് ഭരിക്കുന്ന കുറേ പ്രവിശ്യകളുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ നിങ്ങൾക്കറിയാലോ, കൊച്ചി, മലബാർ, ഇതൊക്കെ ഇങ്ങനെ പല പല സ്ഥലങ്ങളായിട്ടില്ല എന്ന് കിടക്കുന്നത്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ. ഗുജറാത്ത്, അതുപോലെ ഹൈദരാബാദ്, ഇതൊക്കെ ഓരോ രാജ്യങ്ങളാണെന്ന്.
അപ്പോൾ അതിനെയൊക്കെ ചേർത്ത് അവരുടെ രാജാക്കന്മാർ അവരുടെ അധികാരം കളഞ്ഞിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് അവർ രാജ്യം വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുമായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് തിരുവിതാംകൂർ പോലെ ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് നിങ്ങൾ. ഒരു ദിവസം വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശം, അതായത് രാജാവാണ്, മെയിൻ ആളാണ്, രാജാവ് പറയുന്ന പോലെ രാജ്യത്ത് കാര്യം നടക്കും, നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ അധികാരമൊക്കെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കും. അന്ന് പോലെ ഈ പറയുന്ന കുറേ രാജാക്കന്മാരും അന്ന് എതിർത്തിരുന്നു. അപ്പോൾ അവരെ ചേർത്ത് ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻസുലിൻ സ്റ്റേറ്റ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ രണ്ടുമായി കഴിഞ്ഞപ്പോൾ എന്തായി, പിന്നെ ഇന്ത്യ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കണം, അല്ലെ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ എന്താണ്, ലാംഗ്വേജിൻ്റെ പേരിൽ അല്ല എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്യുക. ഇനി പോവാൻ ബാക്കി കിടക്കുന്ന പോർച്ചുഗീസും ഫ്രഞ്ചുകാരും തുരത്തി ആ ടെറിട്ടറി ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. എല്ലാം കഴിയുമ്പോൾ ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ കാശ് വേണം, അപ്പോൾ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യുക. അത് മാത്രമല്ല വിദേശീയരായിട്ടുള്ളവരായിട്ട് എങ്ങനെ നമ്മൾ ഇടപെടണം, ആരെ കൂടെ നിർത്തണം എന്നുള്ള ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ള ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നത്. ഇത് ഓരോന്നും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരിധി വരെ ഇല്ലേ, പോയിന്റ് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മറന്നുപോയാലും ഒന്ന് എഴുതി ഒപ്പിക്കാൻ പറ്റത്തില്ലേ. റെഫ്യൂജി നേരെയാക്കണം, അടുത്തെന്ത് ചെയ്യണം, അടുത്ത് ഈ പറയുന്ന വിദേശീയരെ പുറത്താക്കണം, അടുത്ത് എന്ത് ചെയ്യണം, പ്രിൻസിലി സ്റ്റേറ്റുകളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരണം, സാമ്പത്തികം റെഡിയാക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന വിദേശീയരായിട്ട് എങ്ങനെ ഇടപെടണമെന്നുള്ളത് സെറ്റാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ന് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ കിട്ടത്തില്ലേ. അപ്പോൾ ഒരു എസ്സേ ചോദിച്ചാൽ 5 പോയിന്റ് എഴുതാൻ പറ്റുമല്ലോ. ശരി, തുടങ്ങുകയാണേ. ഫസ്റ്റ്, റീഹാബിലേഷൻ ഓഫ് റെഫ്യൂജീസ്. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഈ പറയുന്ന റെഫ്യൂജീസിന്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക, നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന 1900 ഇപ്പോൾ റെഫ്യൂജി എന്ന് പറയുമ്പോൾ എന്താ, പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നവർ. അപ്പോൾ ഇന്ത്യയുടെ പുറത്തുള്ള 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, പാർട്ടീഷനോടനുബന്ധിച്ച് വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് പേര് എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. ഏത് സമയത്ത്, 1900 ഈ പറയുന്ന 48, 49, 50, 51 വരെയുള്ള സമയം വരെ ഇങ്ങനെ റെഫ്യൂജീസിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇന്ത്യ കഷ്ടപ്പെട്ട് ഒരു 51 ആയപ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് ഇവർ വന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, അതൊക്കെ മുന്നത്തെ ക്ലാസ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, വെസ്റ്റ് പാകിസ്ഥാനിൽ നടന്നതുപോലെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും അത്രയ്ക്കൊന്നും റെഫ്യൂജീസ് ഇന്ത്യയിലോട്ട് വരുന്നില്ലായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് നോക്കിയടാ, ഒരേ രാജ്യം ഈ 2 രാജ്യങ്ങൾ എന്ത് ദൂരെയാന്ന് നോക്കി. മാത്രമല്ല ഈ 2 രാജ്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മാച്ചും ഇല്ലാത്ത മുസ്ലിം മതത്തിൽപ്പെട്ടവരാണെന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം ഇവിടെ ഉള്ളത് അത്ര ആരാണ്, ബംഗാളികളാണ്. എന്നാൽ ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതൽ ഈ പഠാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പഞ്ചാബികളെ പോലെ ഈ ആരുടെ പൊക്കമൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, വെസ്റ്റ് പാകിസ്ഥാനിലുള്ളത്. ഇവിടെ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണെങ്കിൽ ഇവിടെ ആണെങ്കിലോ ഉറുദുവും പഞ്ചാബിയും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ പരസ്പരം ഒരു രാജ്യമാണെങ്കിൽ പോലും ഇവർ തമ്മിൽ ഒരു ബന്ധം ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെ പിടിച്ച് ഒരുമിച്ചാക്കി ബന്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മുഹമ്മദ് അലി ജിന്ന പോലെയുള്ള നേതാക്കന്മാരായിരുന്നു പാകിസ്ഥാന്റെ ഫോർമേഷന് പിന്നിലുണ്ടായിരുന്നത്. അവരൊക്കെ ഇവിടെ ഉള്ളവരാ, വെസ്റ്റ് പാകിസ്ഥാനിൽ ഉള്ളവർ. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ വെസ്റ്റ് പാകിസ്ഥാൻകാരങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി ആരെ, ഈസ്റ്റ് പാകിസ്ഥാൻകാർ. അപ്പൊ എന്താ പറ്റിയേ, ഇവിടെയാണ് പക്ഷെ കൃഷിയും, ഇവിടെ അറിയാലോ സിന്ധു നദിയൊക്കെ ഉണ്ടെങ്കിലും കൃഷി വലിയ പോരാ. പക്ഷെ ഇവന്മാരാണെങ്കിൽ കൃഷിയുടെ കാര്യത്തിൽ കിടലുമാണ്. അപ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന രാജ്യങ്ങളുടെ മാക്സിമം എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഗുണം അനുഭവിക്കുന്ന ആരാ, വെസ്റ്റ് പാകിസ്ഥാൻ. അപ്പോൾ നോർമലി ഈസ്റ്റ് പാകിസ്ഥാൻകാർക്ക് എന്ത് പറ്റും, അത് അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻകാർ ഈ ബംഗാളി സെന്റിമെന്റ്സ് ഒക്കെ വെച്ചിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു, അവാമി ലീഗ് എന്ന് പറഞ്ഞിട്ട്. 1949 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ കഥ പറഞ്ഞു തരുന്നതാണ്. അപ്പം അങ്ങനെ ഇവരും രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ശത്രുത നിന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളും കാര്യങ്ങളൊക്കെ കൊണ്ട് രാജ്യം എന്നൊക്കെ പറയുമെങ്കിലും അത്ര താല്പര്യമില്ല. ബംഗാളികൾക്ക് വേണ്ടത്ര റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ 1971 ആയപ്പോഴത്തേക്കും ഇലക്ഷൻ നടക്കുകയാണ്. ഡെമോക്രാറ്റിക് ആണല്ലോ, ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷനിൽ ആര് ജയിച്ചു, ഈസ്റ്റ് പാകിസ്ഥാനിലെ പാർട്ടി ജയിച്ചു. ഈസ്റ്റ് പാകിസ്ഥാനിലെ ഈ പറയുന്ന മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ജയിച്ചു. പക്ഷേ വെസ്റ്റ് പാകിസ്ഥാനിലെ പട്ടാളവും അതുപോലെ തന്നെ അവിടുത്തെ അധികാരികളും അത് അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പം ഇവർ നോർമലി എന്ത് ചെയ്യാൻ തുടങ്ങി, സമരം ചെയ്യാൻ തുടങ്ങി. ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, വെസ്റ്റ് പാകിസ്ഥാൻ ഒന്നും പറയാതെ നേരെ പട്ടാളത്തിന് ഇറക്കി എന്ത് ചെയ്യാൻ തുടങ്ങി, ഈസ്റ്റ് പാകിസ്ഥാൻ വളരെ അടിച്ചമർത്താനായിട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ ഭയങ്കര യുദ്ധം. ഒരേ രാജ്യത്തിനകത്താണെങ്കിൽ തമ്മിൽ തല്ലും ഭയങ്കര പ്രശ്നങ്ങളുമായി. അപ്പോൾ അങ്ങനെ പറ്റിയപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പാകിസ്ഥാൻ തമ്മിൽ അടി ഉണ്ടായതിനെ പറ്റി പറഞ്ഞ വിഷയമുണ്ട്. ഇവിടെ അടി നടന്നപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂടി നേരെ എങ്ങോട്ട് ചെയ്തു, ഇന്ത്യയിലോട്ട് അങ്ങോട്ട് കുത്തൊഴുക്കായി തുടങ്ങി. ഇന്ത്യക്ക് ആകെ വിഷയം അല്ലേ. കാരണം എന്താണ്, ഇവിടുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു. കാരണം ഈ 51 ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ളവന്മാരത് ഒരുവിധം സോൾവ് ചെയ്ത് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും 70 ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്, നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ശരിയാവൂല പാകിസ്ഥാനെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഈസ്റ്റ് പാകിസ്ഥാൻ അടിക്കാൻ പാടില്ല, അടി നിർത്തണമെന്ന് പറഞ്ഞു. ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് വിഷയമാണ് എന്താണ്,
ഇന്ദിരാഗാന്ധി അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, അത് നിങ്ങളുടെ രാജ്യമല്ലല്ലോ, വല്ലവൻ്റെ രാജ്യത്ത് നിങ്ങൾ ഇടപെടാൻ എന്തിനാന്ന് ചോദിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അറിയാലോ, അവരെ ഉരുക്ക് വനിത എന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ ചുമ്മാ ഒന്നുമല്ല, അവർ പറഞ്ഞു താൻ പോവുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും ഭയക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇന്ത്യൻ ആർമി എന്ത് ചെയ്തു, ഈസ്റ്റ് പാകിസ്ഥാനിലോട്ട് ഇറങ്ങിയിട്ട് ഈ പറയുന്ന വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള പട്ടാളക്കാരെ അത്രയും ഓടിച്ചു. അങ്ങനെ 1971 ഡിസംബർ മാസം 16 എന്ത് പറ്റുന്നു, ഈ പറയുന്ന വെസ്റ്റ് പാകിസ്ഥാൻ ജനറൽ ഇന്ത്യൻ ആർമിക്ക് മുന്നിൽ അടിയറവ് പറയുന്നു. അങ്ങനെ അന്ന് മുതൽ 1971 മുതൽ ഈസ്റ്റ് പാകിസ്ഥാന്റെ പുതിയ പേരാണെന്ത്, ബംഗാളികളുടെ നാട് അല്ലേ. അപ്പൊ എന്താണ്, ബംഗ്ലാദേശ് എന്തായി, ബംഗാളികളുടെ നാടായി ബംഗ്ലാദേശ് രൂപീകരിച്ചു. അങ്ങനെ റെഫ്യൂജികളുടെ ശല്യം നമ്മൾ ഒരു പരിധി വരെ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പോൾ ആദ്യകാലത്ത് പാർട്ടീഷന്റെ പേരിൽ വെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ 71 ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള അടി കാരണം എന്ത് ചെയ്തു, ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇന്ത്യ ഇടപെട്ടു, പട്ടാളത്തിനെ കൊണ്ടുവന്നു. ആ സമയത്ത് ഭയങ്കര ഇവന്റുകൾ നടക്കുന്നുണ്ട്, പറയാനാണെങ്കിൽ സിനിമയെ വെല്ലുന്ന കഥയൊക്കെ കൂടെ നടക്കുന്നുണ്ട്. അമേരിക്ക ഇടപെടുന്നു, അമേരിക്ക ഇന്ത്യയെ വരട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കപ്പൽ പടയൊക്കെ ഇങ്ങോട്ട് അയക്കുന്നു. അപ്പൊ ഇന്ത്യ പറയുന്നു എന്നാ ഒന്ന് കാണിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സഹായിക്കാൻ റഷ്യ വരുന്നുണ്ട്. റഷ്യ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ കപ്പലൊക്കെ തന്ന് നമ്മളെ പറയാൻ. പിന്നെ അത് നമുക്ക് സത്യം അങ്ങനെ ഈ രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്ന നമ്മൾ രോമൊക്കെ എണീറ്റ് നിൽക്കും ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ. അന്ന് ഇന്ദിരാഗാന്ധി കിടിലാക്കിക്കണം. ആ കഥ പിന്നീട് ഒരു അവസരത്തിലാകാം. അങ്ങനെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, റെഫ്യൂജികളുടെ പ്രശ്നം എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം. റീഹാബിലേഷൻ ഓഫ് റെഫ്യൂജീസ്. ആദ്യം പോയിന്റ് ടെക്സ്റ്റ് വായിക്കാം, എന്നിട്ട് നോട്ടിലോട്ട് പോവാം. മലയാളം മീഡിയം പറയാം, ശ്രദ്ധിച്ചു. ഫോളോയിങ് ദ പാർട്ടീഷൻ മോർ ദാൻ 6 മില്യൺ പീപ്പിൾ അല്ലേ. അപ്പൊ ഏതാണ്ട് 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം, 60 ലക്ഷത്തോളം ആൾക്കാർ എന്ത് ചെയ്യുന്നു, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് റെഫ്യൂജികളായിട്ട് വരുന്നു. ഗവൺമെന്റ് സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് 51 കൂടി ഈ പറയുന്ന ക്രൈസിസ് നമ്മൾ ഏതാണ് സോൾവ് ചെയ്തു. പക്ഷെ പ്രശ്നം എന്താണ്, ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടൊന്നും വന്നില്ലായിരുന്നെങ്കിലും ഡ്യൂ ടു ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള അടി കാരണം ലേറ്റർ ഇയേഴ്സിൽ എന്ത് പറ്റി, കണ്ടിന്യൂസ് ആയിട്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും റെഫ്യൂജികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇത് എപ്പോൾ അവസാനിച്ച് 71 എന്ത് ചെയ്തത്, നമ്മൾ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടു കൂടി നമ്മൾ അതിനെ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. സെറ്റല്ലേ അതിപ്പോ ഓക്കെ ആയല്ലോ. അപ്പൊ ഇതാണ് സംഭവം എന്ന് പറയും. അപ്പൊ എന്തുവാണ്, വിഭജനാനന്തരം എന്തുപറ്റി, പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിലെ അഭയാർത്ഥികളായിട്ട് മാറി. ഈ അഭയാർത്ഥികളെ എന്താണ് പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള ഗവൺമെന്റിന്റെ നടപടികൾ 51 കൂടി എന്ത് ചെയ്തു, ഏതാണ്ട് സെറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റിൽ നിന്നും എന്ത് പറ്റി, അഭയാർത്ഥി പ്രശ്നം എന്ത് ചെയ്തു, പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചു. വെസ്റ്റ് മാറിപ്പോയി. വിഭജനകാലത്ത് കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യം കുറവായിരുന്നു നിങ്ങൾക്കറിയാം. എന്നാൽ പിൽക്കാലത്ത് എന്ത് പറ്റി, ഈ പറയുന്ന പാകിസ്ഥാനുകൾ തമ്മിലുള്ള സംഘർഷം കാരണം എന്ത് പറ്റി, ഈ പറയുന്ന കിഴക്കിൽ നിന്നും ഈ പറയുന്ന പടിഞ്ഞാറിലോട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, വരാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നത് പിന്നീട് പ്രശ്നങ്ങളായിട്ട് മാറി. ഇത് ബംഗ്ലാദേശിന്റെ 71 രൂപീകരണത്തോടു കൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്, സെറ്റാക്കിയത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ പോയിന്റുകൾ നോട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ എടുത്ത് വെക്കണമെങ്കിൽ വെച്ചോ. അതാ നോക്കിക്കോ, റീഹാബിലേഷൻ ഓഫ് റെഫ്യൂജീസ്, ഇത്രയും പോയിന്റുകൾ നമ്മൾ ചുരുക്കിയിട്ടൊന്നുമില്ല, എല്ലാ പോയിന്റുകളും ഇതിനകത്തുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, വായിച്ചു വന്ന മോളി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. സെറ്റല്ലേ, അടുത്തതിലോട്ട് പോവാം. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. നാട്ടുരാജ്യങ്ങളുടെ ഈ പറയുന്ന പുനരധിവാസമായിരുന്നു അടുത്ത പ്രശ്നം. ഈ പോയിന്റുകൾ ചെറുതാണ്, കാണാൻ പറ്റുമെന്ന് വെച്ച് പേടിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാത്തത്. പക്ഷെ വന്ന കഥ അറിയണം, കഥയ്ക്ക് വേണ്ടി അവിടെ വെച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ തുടങ്ങുകയാണ്. 1947 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് ഇന്ത്യയിൽ മൊത്തം 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു, 565 നാട്ടുരാജ്യങ്ങൾ. അത് നിങ്ങൾ പഠിക്കണം. എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു, 565 നാട്ടുരാജ്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഈ മാപ്പിൽ കാണുന്ന പിങ്ക് നിറത്തിൽ കാണുന്ന നാട്ടുരാജ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. മഞ്ഞ നിറത്തിൽ കാണുന്നതാണെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷിന്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് പിങ്ക് നിറത്തിലുള്ളിടത്ത് രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ബ്രിട്ടീഷുകാരുടെ താഴെയായിട്ട് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരിടത്താണെങ്കിൽ ബ്രിട്ടീഷ് ഡയറക്റ്റ് ആയിട്ട് ഭരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി, 2 ഓപ്ഷൻ കൊടുത്തു, 3 ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കും. തമ്മിൽ തല്ലിക്കാനുള്ള ബോംബുകൾ ഇങ്ങനെ വെച്ചിട്ട് പോവുകയാണോ അവന്മാർ. മറ്റ് രാജ്യങ്ങളൊക്കെ ഓക്കെ ആയി. എതിർത്ത് നിന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 നമ്മുടെ തിരുവിതാംകൂർ, 2 നമ്മുടെ ഹൈദരാബാദ്. ഓക്കെ, ഏതാണ് ഹൈദരാബാദ്, മൈസൂരും ഒക്കെ ചേരുന്ന ആ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കുക. ഹൈദരാബാദ് ഏത്, നമ്മുടെ ടിപ്പുവിന്റെ ഹൈദരാബാദ്. ഓക്കെ, ആ ഭാഗമാണ് അടുത്ത് വരുന്നത്. 3ാമത് ഈ ഗുജറാത്തിന്റെ ഈ ഭാഗത്തുള്ള ഒരു സ്ഥലം ജുനഗർ എന്ന് പറയും. ഇതെന്ന് പറയും, ജുനഗർ എന്ന് പറയും. ഈ ഒരു ഭാഗമാണ് ജുനഗർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ആരാണ്, കാശ്മീരാണ്.
ഇത്രയും ഭാഗങ്ങൾ ഒരിടത്തും ചേർന്നില്ല. ഈ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പുതിയതായിട്ടുള്ള സ്ഥലങ്ങളൊന്നും എക്സ്ട്രാ ജിക്ക് ഒന്നും ആഡ് ചെയ്തില്ല. ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്തു, വിട്ടു നിന്നു. അപ്പോൾ വിഷയം ഇന്ത്യ ഗവൺമെൻറ് അറിയാമല്ലോ, 47 ഇന്ത്യ ഗവൺമെൻറ് ചോദിച്ചു, അവർ പറഞ്ഞു വേണ്ട. തിരുവിതാംകൂർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഹൈദരാബാദും പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല. ജുനഗറിൻ്റെ കാര്യമാണെങ്കിൽ, ജുനഗർ എന്ന് പറഞ്ഞാൽ ഈ ഗുജറാത്തിൽ കിടക്കുകയാണ്, പക്ഷെ അവർക്ക് പാകിസ്ഥാനിൽ പോകാനാണ് ഇഷ്ടം. ഇവിടെ പോകാൻ ഇഷ്ടം, പാകിസ്ഥാനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജമ്മു കാശ്മീരിൽ ഹരിസിംഗ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഹരിസിംഗ് പറഞ്ഞു വേണ്ട, ഞങ്ങൾ തല ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അന്നത്തെ ഹോം മിനിസ്റ്റർ, നമ്മുടെ ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഇപ്പോൾ ഹോം മിനിസ്റ്റർ. ഹോം സെറ്റാക്കണം, രാജ്യം ഹോം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആണല്ലോ, ഇന്ത്യ സെറ്റാക്കാൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള ആരിറങ്ങി? സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ഇറങ്ങി. കൂടെ സഹായത്തിന് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടുള്ള മലയാളി ആയിട്ടുള്ള VP മേനോനും ഉണ്ട്. അപ്പോൾ ഇവർ ഓരോ പദ്ധതികൾ ആലോചിച്ച് ഓരോ രാജ്യങ്ങൾക്ക് പോയി സംസാരിച്ചു, പറഞ്ഞു, നെഗോഷിയേറ്റ് ചെയ്തു. പലയിടത്ത് നെഗോഷിയേഷൻ കുറച്ച് ഭീഷണിയിലോട്ട് പോകേണ്ടി വന്നു. ചിലയിടത്ത് ജനങ്ങൾ തന്നെ ഇടപെട്ട് എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ നേരെയാക്കി തന്നു. അങ്ങനെ ഈ പറയുന്ന ഓരോ പ്രിൻസിപ്പൽ സ്റ്റേറ്റുകളെയും നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഒന്നാക്കി മാറ്റി. കഥ പറഞ്ഞുതരാം, നോക്കിക്കോ. ആദ്യം ജുനഗറിൽ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു രാജാവിന് പാകിസ്ഥാനോടാണ് താല്പര്യം, ജനങ്ങൾ സമ്മതിച്ചില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റും അതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഇവിടെ കിടക്കുന്ന ജുനഗറിലെ രാജാവ് എന്ത് ചെയ്തു, നവാബ് എന്ത് ചെയ്തു, പാകിസ്ഥാനിലോട്ട് നാടുകടത്തില്ല, അയാൾ ഓടി ഇങ്ങോട്ട് പോയി, പാകിസ്ഥാനിൽ പോയി. അപ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞു, എല്ലാവരും തീരുമാനിച്ച് ഇന്ത്യയിലോട്ട് അങ്ങോട്ട് ചേർന്നു. അങ്ങനെ ജുനഗർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. ഇനി ചെന്ന് സംസാരിച്ച് നേരെ എങ്ങോട്ട് പോയി, തിരുവിതാംകൂറിലോട്ട് പോയി. അപ്പോൾ തിരുവിതാംകൂറിൽ വന്നിട്ട് അവർ പറഞ്ഞു എന്താണ്, നിങ്ങൾ വരണം, പ്രശ്നമാണ്. അപ്പോൾ ജനങ്ങൾക്കും ഇഷ്ടം എന്തിലോട്ട് പോകാനാണ്, ഇന്ത്യയിലോട്ട് പോകാനാണ്. രാജാവിന് മാത്രമല്ല ഇഷ്ടമുള്ളൂ രാജാവിനെ പറ്റിക്കാനായിട്ട്. അപ്പോൾ അന്ന് ഇവിടെ ദിവാനൊക്കെ ഉണ്ട്, സർ CP ഒക്കെ ഉള്ള കാലത്താണ് ഈ പറയുന്ന ഇവരുടെയൊക്കെ നാട്ടുകാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ഇയാൾ ചെവിയിലൊക്കെ വെട്ടുന്നു, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നാട് വിടുന്നു. അവസാനം എന്ത് ചെയ്യുന്നു, രാജാവുമായിട്ട് സംസാരിച്ചിട്ട്, അന്ന് ചിത്ര തിരുനാളായിരുന്നു എന്ന് തോന്നുന്നു രാജാവ്, അവസാനം എന്ത് ചെയ്യുന്നു, നമ്മളെ ഒപ്പിടാൻ സമ്മതിക്കും. അങ്ങനെ എന്ത് പറ്റി, ഇൻസ്ട്രുമെന്റ് ഓഫ് അസേർഷൻ ഒപ്പിടുന്നു. ഇൻസ്ട്രുമെന്റ് ഓഫ് അസേർഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇവർ ഈ സന്ധിയിൽ ഒപ്പിട്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറുന്നു. പകരം ചുമ്മാ ഒന്നും നിൽക്കേണ്ട, പ്രിവി പേഴ്സ് എന്ന പേരിൽ എന്ത് കൊടുക്കാം, നിങ്ങളെ അധികാരം പോകുമ്പോഴത്തേക്കും നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ ഗവൺമെന്റിന് പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വരുമാനം നഷ്ടപ്പെടുന്നത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പ്രിവി പേഴ്സ് എന്ന പേരിൽ നിങ്ങൾക്ക് മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം വലിയൊരു തുക സർക്കാർ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തു ട്രാവൻകൂറുമായി. കാശ്മീർ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിന്ന സമയത്ത് നിങ്ങൾ കഥ പഠിക്കേണ്ട, 4 പേര് പറഞ്ഞാൽ മതി, പക്ഷെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ ഈ രാജ്യങ്ങളുടെ പേര് ഇരിക്കും. കാശ്മീരിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻകാർ കയറി അടിക്കാൻ തുടങ്ങി. നിങ്ങൾ തരൂലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും. പണ്ടേ അവന്മാർക്കൂടെ നോട്ടമുണ്ട് പാകിസ്ഥാൻകാർ, ഇപ്പോഴും അതാണല്ലോ പ്രശ്നം. അപ്പോൾ ഹരിസിംഗ് എന്ത് ചെയ്തു, നേരെ ഡൽഹിക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ജവഹർലാൽ നെഹ്റുജി ആവോ, ഞങ്ങൾ എന്ത് ചെയ്യണം, സഹായിക്കണം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നെഹ്റു പറഞ്ഞു അതൊക്കെ ചെയ്യാം, പക്ഷെ നീക്ക് എന്ത് ചെയ്യണം, ഞങ്ങൾ കൂടെ വരണം. പാവ ഹരിസിംഗ് ഒന്നുകിൽ തോക്കും, പാകിസ്ഥാൻ്റെ മുമ്പിൽ പട്ടാളം വന്ന് തീർക്കും. മറ്റേതാകുമ്പോൾ ഒന്നുമില്ലെങ്കിലും എന്ത് ചെയ്യാം, കുറച്ച് പ്രിവ്യൂ പേഴ്സ് കാശെങ്കിലും വാങ്ങാന്ന് വെച്ചിട്ട് അവസാനം എന്ത് ചെയ്തു, ഈ പറയുന്ന കാശ്മീരിൻ്റെ രാജാവായിട്ടുള്ള മഹാരാജ ഹരി സിംഗ് എന്ത് ചെയ്യുന്നു, 47 ഒക്ടോബർ 26 എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലോട്ട് ചേരാനായിട്ട് ഒപ്പുവയ്ക്കുന്നു. അങ്ങനെ 47 ജൂലൈ 30 തിരുവിതാംകൂറും വരുന്നു. ഹൈദരാബാദിന് ഇച്ചിരി മുറ്റാണ്. ഹൈദരാബാദിൻ്റെ അകത്ത് പോയി സംസാരിച്ച് മര്യാദ ഭാഷയൊന്നും പറഞ്ഞിട്ട് ഹൈദരാബാദ് എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. ഹൈദരാബാദ് ഭയങ്കര വിഷയമാണ്. അങ്ങനെ പറ്റൂല, നിന്റെ പൈസ ഒക്കെ നീ കൈ വെച്ചാൽ ഞങ്ങൾ ഹൈദരാബാദാണ്, ഞങ്ങൾ റിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു എന്നാൽ പറയാം, നമുക്ക് ഇപ്പം ഞാൻ ഭീഷണി അങ്ങോട്ട് ഇറക്കി. ഓപ്പറേഷൻ പോളോ എന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്തു, നമ്മളൊരു മിലിറ്ററി ഓപ്പറേഷൻ അങ്ങോട്ട് കണ്ടക്ട് ചെയ്യുന്നു. മര്യാദയ്ക്ക് ഉപ്പിട്ടു അല്ലെങ്കിൽ തട്ടിക്കളയും കാച്ചിക്കളയും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പറ്റി, 48 ആയപ്പോഴത്തേക്കും ഈ പറയുന്ന ഹൈദരാബാദ് എന്ത് പറ്റി, നമ്മുടെ ഇന്ത്യയുടെ നിസാം എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് വരാനായിട്ട് സമ്മതിച്ചു. എന്തായാലും ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി അത് വിദേശത്തോടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 4 നാട്ടുരാജ്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു. ഇതാണ് സംഭവം. അപ്പോൾ നോക്കിക്കോ, ആസ് പെർ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947, 565 princely states in India had the authority to join either independent India or Pakistan or to remain as an independent state. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ആരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായിട്ട് മാറി. ആരെ ഏൽപ്പിച്ചു, സർദാർ വല്ലഭായ് പട്ടേൽ അന്നത്തെ ഹോം മിനിസ്റ്ററും അതുപോലെ VP മേനോൻ, അതുപോലെ എന്താണ് നമ്മുടെ ഹോം സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള എയർപോർട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ് ഇപ്പോൾ പുനർനാമകരണം ചെയ്തിട്ടുള്ളത്, മലയാളിയാണ്. അവരെല്ലാ പ്രിൻസിപ്പൽ സ്റ്റേറ്റുകളെയും വിളിച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞു. ഇൻസ്ട്രുമെന്റ് ഓഫ് അസേർഷൻ ഇന്ത്യൻ യൂണിയൻ ചേരാനായിട്ട് പറഞ്ഞു. എന്നാൽ ജുനഗർ, കാശ്മീർ, ട്രാവൻകൂർ, ഹൈദരാബാദ് റെഫ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന കോൺസുലേഷൻ ടോക്സ്, അനുരഞ്ജനങ്ങളിലൂടെ മിലിറ്ററി ആക്ഷൻസിലൂടെ ഈ റൂളേഴ്സിന് എന്ത് ചെയ്തു, പ്രിവ്യൂ പേഴ്സൊക്കെ കൊടുത്ത് നമ്മൾ വശത്താക്കി എടുത്തു എന്നാണ്
പറയപ്പെടുന്നത്. അങ്ങനെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പലി സ്റ്റേറ്റ് എന്ന വിഷയവും നമ്മൾ എന്ത് ചെയ്തു, വളരെ മനോഹരമായിട്ട് സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 565 നാട്ടുരാജ്യങ്ങളാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. പാകിസ്ഥാനിലോ അല്ലെങ്കിൽ എന്താണ് സ്വതന്ത്രമായി നിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഈ പറയുന്ന കൂട്ടിച്ചേർക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പരിപാടി ആർക്കായിരുന്നു? നമ്മുടെ ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ, ആഭ്യന്തര മന്ത്രിയായിരുന്നു, ഹോം മിനിസ്റ്റർ. അതുപോലെ തന്നെ ആരാണ് നമ്മുടെ VP മേനോൻ, എന്തായിരുന്നു, ഹോം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു. എന്നാൽ ഇവർ എന്ത് ചെയ്തു? ഓക്കെ, ഇവര് ഈ പറയുന്ന ലയന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് അസോസിയേഷൻ അല്ലെ, എഗ്രിമെന്റ് ഒപ്പിട്ട് ഇവർ എന്ത് ചെയ്തു? കുറെ രാജ്യങ്ങൾ ചേർത്തു. എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു, എല്ലാവരും ചേർന്നു. എന്നാൽ ജുനഗഡും കാശ്മീരും തിരുവിതാംകൂറും ഹൈദരാബാദും എന്തുപറ്റി? ഭരണാധികളിൽ നിന്ന് വിസമ്മതിച്ചു. അപ്പൊ എന്തുപറ്റി? ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെ, ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സൈനിക നടപടികളിലൂടെയൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. അങ്ങനെ പ്രിവ്യൂ പേഴ്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് ഈ പറയുന്ന 50-51 മുന്നേ ആയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തു. അന്ന് കാണുന്ന ഇന്ത്യയുടെ രൂപമാണ് നമ്മൾ ഇന്നും കാണുന്ന മാപ്പിൽ കാണുന്ന രൂപം. അതിന്റെ മുകൾ വശം കാശ്മീരിന്റെ ഭാഗത്ത് പകുതി പാകിസ്ഥാൻ കൊണ്ടുപോയി, പകുതി എന്ത് ചെയ്തു? ചൈനയും കൊണ്ടുപോയി. ബാക്കിക്ക് വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തു. അപ്പൊ 3ാമത്തെ പ്രശ്നത്തിലോട്ട് പോകാമല്ലോ. അപ്പൊ നോട്ടിന്റെ PDF ഫോട്ടോ, ഈ PDF അല്ല എടുക്കുക, സോറി, ഇതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നോട്ട് എഴുതി എടുക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് പോവാം. അടുത്താണ് ഈ പറയുന്ന നമ്മുടെ ഫ്രഞ്ച് പോർച്ചുഗീസ് ടെറിട്ടറികൾ എന്ത് ചെയ്യുക എന്നുള്ളത്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അടുത്ത ടാസ്ക്. സിമ്പിൾ ടാസ്ക് ആണ്, നമുക്കറിയാലോ. ഞാൻ പറഞ്ഞു, ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, പിന്നെ വന്നത് ഡച്ചുകാരാണ്, പിന്നെ വന്നത് ബ്രിട്ടീഷുകാരാണ്, പിന്നെ വന്നത് ഫ്രഞ്ചുകാരാണ്. ഇതിലെ കുളച്ചിൽ യുദ്ധത്തിൽ തോക്കുന്ന ഡച്ചുകാർ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? കൂടും കുടുകയൊക്കെ എടുത്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നു. പിന്നെ ചെറിയ ചെറിയ ടെറിട്ടറികളൊക്കെ ബ്രിട്ടീഷുകാർ കയ്യിൽ നിന്നും ആരൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്? നമ്മുടെ പോർച്ചുഗീസും അതുപോലെ ഫ്രഞ്ചും പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മാഹി, തമിഴ്നാടിന്റെ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ എന്നീ സ്ഥലങ്ങൾ ഫ്രഞ്ച് കോളനികളായിരുന്നു. എന്ന് വെച്ചാൽ തീരപ്രദേശങ്ങളാണ്, ഫ്രഞ്ചിന്റെ അധീനതയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. എന്നാൽ ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര നഗർ ഹവേലി, ഈ പേരൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, കുറെ ഭാഗമൊക്കെ. അപ്പൊ ഇതൊക്കെ ആരുടെ കയ്യിലായിരുന്നു? പോർച്ചുഗലിന്റെ കയ്യിലും ആയിരുന്നു. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് 50-51 ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ സ്റ്റേറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്തു. അത്യാവശ്യം ഈ പറയുന്ന റെഫ്യൂജീസ് പ്രശ്നമൊക്കെ തീർത്തു. നമ്മൾ സ്വാതന്ത്ര്യമായി, നമ്മൾ 5 ഇയർ പ്ലാനൊക്കെ തുടങ്ങുന്നത് പിന്നീട് പഠിക്കും. അങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് പോയി. അങ്ങനെ 54 നമ്മൾ ഫ്രഞ്ചുകാരോട് ചർച്ച നടത്തി. നിങ്ങൾ ഇവിടുത്തെ പോകണം, ഇത് നമ്മുടെ ഏരിയയാണ്, സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷ് പോയില്ല, നാണം ഇല്ലാത്തവർ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. അങ്ങനെ നാണം കേട്ട് ഒത്തിരി നാണം ഉണ്ടായിരുന്ന ഈ പറയുന്ന ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? പോണ്ടിച്ചേരിയും മാഹിയും യാനവും കാരയ്ക്കലും ചന്ദ്രനഗറും ഇന്ത്യക്ക് എഴുതി കൊടുത്തിട്ട് അവരവിടെ അങ്ങോട്ട് പോയി. നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫ്രഞ്ച് കോളനികൾ അല്ലെ, ഫ്രഞ്ച് മാതൃകയിൽ നിർമ്മിച്ച ശില്പങ്ങൾ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. മലയാളത്തില് സിനിമ ഏത്? സ്വപ്നക്കൂട്, പഴയൊരു പടമാണ്. അതിനകത്ത് എന്താണ് ഈ സ്ഥലം കാണിക്കുന്നുണ്ട്, പോണ്ടിച്ചേരി. നിങ്ങളിപ്പോഴും പല ടൂറൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോർച്ചുഗലുകാർ പണ്ടേ മലയാളമ്പന്മാരാണ്. അവർ നോക്കിയപ്പോഴത്തേക്കും ഗോവ എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലം, ഞങ്ങൾ തരൂല എന്ന് പറയും. പക്ഷെ ഈ പറയുന്ന ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്ന സ്ഥലം, ഓക്കെ, ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്ന സ്ഥലം കുറച്ച് അകത്തോട്ടാണ്. അവിടെയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് സൗകര്യമില്ല ഇതിൻ്റെ കൂടെ നിൽക്കാൻ. ജനങ്ങളുടെ പ്രൊട്ടസ്റ്റിനെ തുടർന്ന് 54 തന്നെ എന്ത് പറ്റി? ദാദ്ര നഗർ ഹവേലി നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും. പക്ഷേ ഈ പറയുന്ന ഡാമൻ ആൻഡ് ഡ്യൂ അതുപോലെ തന്നെ എവിടെയാണ് ഗോവയും തരാൻ പോർച്ചുഗൽ വിസമ്മതിച്ചു. അവർ ആർമിയൊക്കെ ഇറക്കി, ചെറിയ സെറ്റപ്പ് ഇറക്കി. നമ്മൾ അങ്ങനെ അധികം അങ്ങനെ കടന്നു നിന്നില്ല. എന്നാൽ 61 ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. നമുക്ക് ഗുജറാത്തൊക്കെ അന്ന് സംസ്ഥാനങ്ങളൊക്കെ ആക്കി എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓപ്പറേഷൻ വിജയ് ലോഞ്ച് ചെയ്തു. ഓപ്പറേഷൻ വിജയ് പട്ടാളത്തിന് ഇറക്കി അല്ലെ, മര്യാദയ്ക്ക് മാന്യമായിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? പട്ടാളത്തിന് ഇറക്കി ഓട്ടിച്ചു. 61 ആയപ്പോഴത്തേക്കും ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂ എന്ത് ചെയ്തു? നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പറയുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റുകൾ നമ്മുടെ ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് അല്ല, പോർച്ചുഗീസ് ടെറിട്ടറി കോൾ വന്നതാണ്, ശ്രദ്ധ പോയത്. ഒരു പോർച്ചുഗീസ് ടെറിട്ടറി എന്ത് ചെയ്തു? ഫ്രഞ്ച് ടെറിട്ടറി നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. അപ്പോൾ ഇത്രയുള്ള സംഭവം നോക്കിയോ. ഈവൻ ആഫ്റ്റർ ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡന്റ് ഫ്രം ബ്രിട്ടീഷ് in 1947, some territories in the country were remained under the control of powers like Portuguese and French. Against this, mass protest intensified. അല്ലെ, അങ്ങനെ എന്ത് പറ്റി? Subsequently, honoring the request of the government of India, France agreed to leave India in 1954. Following this, the French territories like പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം, ചന്ദ്രനഗർ. ഓക്കെ, മാഹി കേരളം, പോണ്ടിച്ചേരി എവിടെയാണ്? തമിഴ്നാട്. അവിടെയാണ്
ആന്ധ്ര, ഒഡീഷയുടെ ഭാഗം അല്ലെ, മാഹി, യാനം, ചന്ദ്രനഗർ ഒക്കെ എന്ത് ചെയ്തു അത് ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെയാണ് യൂണിയൻ ടെറിട്ടറികളായിട്ട് മാറുന്നത്. 56 ആയപ്പോൾ 6 യൂണിയൻ ടെറിട്ടറികളായിട്ട് നമ്മൾ വരും എന്ന് വെച്ചാൽ ഡയറക്റ്റ് അല്ലെ, ഗവർണറാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അത്. എന്നാൽ പോർച്ചുഗീസ് എന്ത് ചെയ്തു, റെഫ്യൂസ് ചെയ്തു. ഓക്കെ, പോർച്ചുഗീസ് എന്ത് ചെയ്തു, റെഫ്യൂസ് ചെയ്തു. ഓക്കെ, റെഫ്യൂസ് ടു സീഡ് ദ ടെറിട്ടറീസ് ഓഫ് ഗോവ, ഡാമൻ ആൻഡ് ഡിയു വിച്ച് വെർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇന്ത്യ. ഓക്കെ, അണ്ടർ ദെയർ കൺട്രോൾ. അങ്ങനെ 54 ആയപ്പോഴത്തേക്കും പോർച്ചുഗീസ് എന്ത് പറ്റി, ദാദ്ര നഗർ ഹവേലിയിൽ നിന്ന് പോയി. ഫോളോയിങ് എ പോപ്പുലർ അപ്രൈസിങ്, ജനങ്ങളുടെ പ്രൊട്ടസ്റ്റുകാർ. 61 വരെ അവർ ഗോവയിലും ഡാമൻ ആൻഡ് ഡിയുവിലും ഭരണം നടത്തിയെങ്കിലും പിന്നീട് ഓപ്പറേഷൻ, നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻ വഴി എന്ത് ചെയ്തു, നമ്മൾ അവരെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് സംഭവം, ഫ്രഞ്ച് പോർച്ചുഗീസ് അധീനതയിലുള്ള മോചനങ്ങൾ എങ്ങനെയായിരുന്നു. 47 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷവും രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളായിട്ടുള്ള പോർച്ചുഗീസ്, ഫ്രഞ്ച് ഈ പറയുന്ന അധീനതകളിലായിരുന്നു. 54 ആയപ്പോഴത്തേക്കും ഫ്രഞ്ച് അവരുടെ ടെറിട്ടറികളായിട്ടുള്ള മാഹി, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗറിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസ് ഇന്ത്യയിലെ അധീനത വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ 54 ഈ പറയുന്ന ദാദ്ര നഗർ ഹവേലിയിലുള്ള ഭാഗം മാറിയെങ്കിലും പിന്നെയും ഗോവയും ദാമൻ ആൻഡ് ഡിയുവും അവരുടെ കയ്യിലായിരുന്നു. അത് 61 നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന എന്താണ് മിലിറ്ററി ഓപ്പറേഷനിലൂടെ നമ്മൾ ഇന്ത്യൻ യൂണിയനിലോട്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത്. സെറ്റ് അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കേണ്ടത് ഈ ഒരു ടേബിൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു. സോ ഇവിടെ ടേബിളിൽ ഏത് ടെറിട്ടറി, ഏത് കോളനി ആയിരുന്നു ഭരിച്ചിരുന്നത്, ടെറിട്ടറി എന്ന് വെച്ചാൽ ഏത് പ്രദേശം, ഏത് രാജ്യം, ഏത് വർഷമായി, എങ്ങനെ മാറി. ഓക്കെ, സംഭവം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് മാച്ച് കളയാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ട് വയ്ക്കുക. പഠിക്കുമ്പോൾ ഇത് യൂസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം കൂടെ നമുക്ക് നോക്കിയാലോ, ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സും കൂടെ നോക്കിയാലോ. ഏതാണ്ട് ഇപ്പോൾ ഒരു 26 മിനിറ്റായി, എന്നാലും ബോറടിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. അല്പം കൂടി നോക്കാമല്ലോ നമുക്ക്. ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന പ്രദേശങ്ങൾ പല പല രാജ്യങ്ങളും സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് മാറ്റിയല്ലോ. ഇതൊന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, കന്യാകുമാരിയും നമ്മുടെ കേരളവും ഒരേ സ്ഥലമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ മലയാളം കന്യാകുമാരി ഭാഗത്തോട്ട് തമിഴിൻ്റെ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ രണ്ടും ഒരേ പ്രദേശത്തിൽ വരുന്നതാണ്. ഇതുപോലെ മറ്റ് പലയിടത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ തെലുങ്ക് സംസാരിക്കുന്ന ഗ്രൂപ്പ്, കന്നഡ സംസാരിക്കുന്ന ഗ്രൂപ്പ്, മറാഠി സംസാരിക്കുന്ന ഗ്രൂപ്പ്, അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം മുതലേ നമ്മുടെ ഇവിടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇഫ് ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് ആർ ഫോംഡ്, ഇറ്റ് വിൽ ഓൾസോ ഗീവ് എ ഫില്ലപ്പ് ടു ദ റീജിയണൽ ലാംഗ്വേജസ്. മഹാത്മാ ഗാന്ധിജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും മഹാത്മാഗാന്ധി. അപ്പോൾ തന്നെ ഊഹിക്കാലോ, പണ്ട് മുതലേ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തിരുന്നു. 1920 ഈ പറയുന്ന നാഗ്പൂർ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, 1920 നാഗ്പൂർ സെഷനിൽ നമ്മൾ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അന്നത് പാസ്സാക്കുന്നും ഉണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ബിഫോർ ഇൻഡിപെൻഡൻസ് എന്ത് പറ്റി, പ്രോവിൻസസ് വെയർ നോട്ട് ഫോംഡ് ബേസ്ഡ് ഓൺ ദ ലാംഗ്വേജ് ബൗണ്ടറീസ് അല്ലേ, കൊളോണിയൽ റൂളേഴ്സ് ആയിരുന്നു. കാരണം പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, പിടിച്ചെടുക്കുന്നൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നാട്ടുരാജ്യങ്ങൾ കുറേ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴത്തേക്ക് 2 ഭാഷക്കാരൊക്കെ ഒരുമിച്ച് വരുന്നു. ഒരിക്കലും 2 ഭാഷക്കാർ ഒരുമിച്ച് വന്നൊരു സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസ് എന്ത് പറ്റി, ഇത് മുന്നേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ സപ്പോർട്ടൊക്കെ നേടിയെടുത്തിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയ ബൈ എംഫസൈസിങ് ദ മദർ ടങ് ടു ബ്രിങ് പീപ്പിൾ ക്ലോസർ ടു നാഷണൽ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പഠിക്കണ്ടേ. പഠിക്കാൻ വേണ്ടി കുറേ കമ്മിറ്റികളെ കൊണ്ടുപോകും. അപ്പോൾ സ്റ്റെപ്സ് ഒന്നും അറിഞ്ഞിരിക്കണം, കമ്മിറ്റിയുടെ പേരും അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് 1948 ഒരു ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ് കമ്മീഷനെ രൂപീകരിക്കുന്നു. എന്ന് വെച്ചാൽ ഭാഷാ അടിസ്ഥാനത്തിൽ പ്രോവിൻസുകളെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. ആരായിരുന്നു ഹെഡ് SK ധർ ആയിരുന്നു ഹെഡ് എന്ന് പറയുന്നത്. ധർ കമ്മീഷൻ എന്ന് പറയും. പക്ഷെ കമ്മീഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റുകളൊക്കെ രൂപീകരിച്ചാൽ അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ യൂണിറ്റിക്ക് എതിരാവും എന്ന് പറഞ്ഞിട്ട് അവരത് വേണ്ട എന്നാണ് തീരുമാനിച്ചത്. ഓക്കെ, വേണ്ടെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ വീണ്ടും ചർച്ചയായി. കോൺഗ്രസ് ആണല്ലോ തീരുമാനിച്ചത്. അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു, ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ആരൊക്കെയായിരുന്നു, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. കമ്മിറ്റിയുടെ പേര് JVP കമ്മിറ്റി. അതേ വർഷം 48. ആരൊക്കെയാണ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അവരും ഇതിനെപ്പറ്റി പഠിച്ചിട്ട് അവരും തീരുമാനിച്ചു തൽക്കാലം ഇത് വേണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ ജനങ്ങൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ വാക്കും പറഞ്ഞുകൊണ്ടാണല്ലോ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇവരിതിനെ എതിർക്കാനായിട്ട് എന്ത് ചെയ്തു, തുടങ്ങി. അങ്ങനെ ഇരിക്കെ ആന്ധ്ര സ്റ്റേറ്റ് രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി,
പോറ്റി ശ്രീരാമലു, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്നും ഇവിടെ ഇല്ല. ആരാണ്? പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരാൾ നിരാഹാര സമരം കിടക്കുന്നു. പക്ഷെ പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരാഹാരം എല്ലാവരും വിചാരിച്ചു കുറച്ച് ദിവസം നിരാഹാരം കിടന്ന് എഴിച്ചു പോകുന്നു. പക്ഷെ അദ്ദേഹം പോയില്ല. നിരാഹാരം കിടന്ന് അദ്ദേഹം മരിച്ചു. മരിച്ചതോടുകൂടി ഈ പറയുന്ന ആന്ധ്രാക്കാരെല്ലാം കൂടി കൊണ്ടങ്ങോട്ട് ഇടഞ്ഞു. അങ്ങനെ സംഭവം കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അങ്ങനെ 52 പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന അദ്ദേഹം ഈ പറയുന്ന പട്ടിണി സമരം എടുത്ത് മരിക്കുന്നതോടുകൂടി ആന്ധ്രാക്കാരിടയുന്നു. അവസാനം അവരുടെ ഈ പറയുന്ന നിരന്തര സമരത്തിനൊടുവിൽ 53 ഒക്ടോബർ 1 ആദ്യമായിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായിട്ട് ആന്ധ്ര രൂപീകരിക്കുന്നു. അങ്ങനെ ഗവൺമെന്റിന് മനസ്സിലായി ഇനിയും ഇത് ചെയ്തില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം ഉണ്ടാവും. നമ്മളന്ന് ഒരുമിച്ച് വരുന്നതേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്തു? എന്നാൽ നമുക്കൊരു കമ്മീഷനെ രൂപീകരിക്കാം. അങ്ങനെ 1953 ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്ത് എങ്ങനെയാണ്? 53 52 ഈ പറയുന്ന എന്ത് പറ്റി? നമ്മുടെ പോറ്റി ശ്രീരാമലു പട്ടിണി കിടന്ന് മരിക്കുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത വർഷം ഒക്ടോബർ 1 ആന്ധ്ര സ്റ്റേറ്റ് രൂപീകരിക്കും. അതേ കൊല്ലം 53 കണ്ടോ, വർഷങ്ങൾ ഏതാണ്ട് സെയിം ആണ്. അപ്പൊ ടേബിൾ ആക്കിയപ്പോൾ നിങ്ങൾക്ക് വർഷങ്ങൾ സെയിം ആണെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഇത്രയും വർഷമൊക്കെ കാണാതെ പഠിക്കണമെന്ന് വിചാരിക്കും. അപ്പൊ അതേ വർഷം 53 ഒരു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ്. ഇതിന്റെ പേരാണ് എന്താ? ഫസൽ അലി പ്രധാനപ്പെട്ട ആള്, സർദാർ KM പണിക്കർ, അതുപോലെ HN കുൻസ്രു എന്നിങ്ങനെ 3 പേരെ ചേർന്നിട്ട്. ഓക്കെ, ഫസൽ അലി കമ്മീഷൻ എന്നൊക്കെ പറയും. ഫസൽ അലി, സർദാർ KM പണിക്കർ, അതുപോലെ തന്നെ എന്താണ് HN കുൻസ്രുവിന്റെ പേരിൽ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നു. അവർ പറയുന്നു നമുക്ക് എന്ത് ചെയ്യാം? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാം എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് കേരളപ്പിറവി എന്ന നിങ്ങളെല്ലാം പറയാം 1956 നവംബർ 1. ആ പറയുന്ന 1956 സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് എന്ന പേരിൽ ആക്ട് വരുന്നു. അങ്ങനെ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറികളും നവംബർ 1 1956 നിലവിൽ വരുന്നു. അങ്ങനെയാണ് കേരളപ്പിറവി എന്നായത്? നവംബർ 1 ആയത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും അല്ലേ, പണ്ടേ ഈ കേരളം എന്താ പെട്ടെന്ന് 56 നവംബർ 1 ഉണ്ടായി വന്നതാണോ? അപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മളെ ഈ പറയുന്ന കന്യാകുമാരിയുടെ ഭാഗം തമിഴ്നാടിന് കൊടുത്തു. ഈ പറയുന്ന കാസർഗോഡല്ല, ആ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അങ്ങനെ തെലുങ്കിന്റെ ഭാഗം കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളിങ്ങനെ കേരളം ഇന്ന് കാണുന്ന പോലത്തെ ആ ഒരു എന്തിന്റെ ഷേപ്പാ, പാവയ്ക്കയുടെ ഷേപ്പിലുള്ള ആ ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുന്നു. അങ്ങനെ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നു? റീ ഓർഗനൈസ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? അപ്പൊ നോക്കി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Before independence, administrative regions of the country were not formed based on this criteria, that is language. So during the freedom struggle, strong argument emerged that the administration region should be determined based on language, as language has a strong influence on communication and cultural communication. ഭാഷയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ ഇന്റർനാഷണൽ കോൺഗ്രസും ഈ പറയുന്ന ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്തു. അങ്ങനെ നാഗ്പൂർ സെഷനിൽ അവർ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിനുവേണ്ടി അവർ കമ്മീഷൻസിന് വെച്ചു. 48 എന്ത് പറ്റുന്നു? SK ധാർ കമ്മിറ്റി വരുന്നു. അവർ വേണ്ട തീരുമാനിക്കുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വയ്ക്കുന്നതാണ്, നിർമ്മാണ സഭ വയ്ക്കുന്നതാണ്, ഗവൺമെന്റാണ്. എന്നാൽ അതേ വർഷം തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസും എന്ത് ചെയ്യുന്നുണ്ട്? JVP കമ്മിറ്റിയെ കൊണ്ടുവരുന്നുണ്ട്. രണ്ടുപേരും തൽക്കാലം ഇപ്പൊ ചെയ്യേണ്ട എന്നുള്ള തീരുമാനം എടുത്തപ്പോഴത്തേക്ക് 52 പോറ്റി ശ്രീരാമലു വിഷയങ്ങൾ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. അദ്ദേഹം പട്ടിണി കിടന്ന് മരിച്ചപ്പോഴത്തേക്കും 53 ഒക്ടോബർ 1 ആന്ധ്ര രൂപീകരിക്കേണ്ട പ്രശ്നം വന്നു. അപ്പൊ അതേ 53 തന്നെ എന്ത് പറ്റി? മറ്റ് സംസ്ഥാനങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഫസൽ അലി ഇതാ കിടക്കുന്നു, ജസ്റ്റിസ് ഫസൽ അലി, സർദാർ KM പണിക്കർ, താഴെ കാണുന്നതാണ് HN കുൻസ്രുവിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ വരുന്നു. അവർ 3 വർഷം കഴിഞ്ഞ് 56 ബില്ല് പാസ്സാക്കുന്നു. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറികളും ഫോം ചെയ്യും. സെറ്റ്. അപ്പൊ ഇത് മലയാളത്തിലും പ്രത്യേകിച്ച് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെയാണ് സംഭവം എന്ന് പറയുന്നത്. വാക്കുകൾക്ക് പോലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്, വായിച്ചോളാം. പോരെ, ഏതാണ്ട് അരമണിക്കൂറോളമായി. ഇനിയും ക്ലാസ് ഒന്നും കാണത്തില്ലെന്ന് അറിയാം. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചോ. അപ്പോൾ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, മാച്ച് തരാം. സോ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. അടുത്ത് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, ലിംഗ്വിസ്റ്റിക് ബേസിസ് ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയും തുടക്കം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് നിങ്ങൾക്ക് നോട്ട് എഴുതി വയ്ക്കാം. ഇത് ഒറ്റ ടേബിളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, റെഡി? ശരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. അടുത്ത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ രൂപീകരണം എന്നൊക്കെ പറഞ്ഞാൽ 5 ഇയർ പ്ലാനൊക്കെ പറയാനുണ്ട്. അത് കുറേ കൂടി വിശദീകരിച്ച് പറയാനുണ്ട്. ഇന്ന് പഠിപ്പിക്കുന്നില്ല, അടുത്ത ക്ലാസ് പഠിക്കാം. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.